പിന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളത് മുകേഷാണ്. അതെ അല്ലേ? മുകേഷ് അപ്പുക്കുട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞ്. അതെ. പിന്നെ നാട്ടിൽ കിടക്കുന്ന മുഴുവൻ പേരും ഇവിടെ നമ്മുടെ കൊല്ലം സുധി തന്നെ അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം. കൊല്ലം സുധി ഒറ്റ സംഭവമേ ഉള്ളൂ. എന്റെ നടത്തയും കാര്യങ്ങളും ഒക്കെ തന്നെ പാട്ട് സീനൊക്കെ ഇഷ്ടം പോലെ അനുകരിച്ച് ഈ ഫ്ലോറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും മോശമായിട്ട് ആൾക്കാർ അവതരിപ്പിച്ചുള്ളത് എന്താ? നിങ്ങളുടെ നടത്തമാണോ അതോ? ഞാൻ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ചിരിയെ അതിനെ ഒരു 3 ഇരട്ടിയാക്കി അവർ മാറ്റും. ഞാൻ ഇത്രയും ചിരിച്ചിട്ടുണ്ടെങ്കിൽ അവര് അത് അത്രയും കൂട്ടും. അത് അവരുടെ എനിക്കൊന്ന് നിങ്ങളെ പെട്ടെന്ന് ഈ കൊല്ലം സുധി അവതരിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഏരിയ നിങ്ങളുടെ മൂവ്മെന്റ് വെച്ചാ പിടിക്കുന്നത്. പിന്നെ തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണോ നടക്കുന്നത്? അല്ല, ആ രീതിയിൽ ഞാൻ നടക്കുന്നതിന്റെ ഒരു നല്ല രീതിയിലുള്ള അനുകരണമാണതെന്ന് ഞാൻ പറയും. അത് പക്ഷെ ഇന്നത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതേപോലുള്ള ഒരു നടത്ത പാടില്ല. പല ക്യാരക്ടേഴ്സിനും റോഷാക്കില് ഒരു കോൺസ്റ്റബിളായിട്ട് ഞാൻ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഒരു നടത്തയുടെ ശൈലിയുണ്ട്. അതേപോലെ തന്നെ ഓസ്ലർ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഡോക്ടറായിട്ടാണ്. അപ്പൊ നടക്കുമ്പോൾ അത് ക്രിട്ടിക്സ് തന്നെ അത് സ്റ്റൈലൈസ്ഡ് അല്ലെങ്കിൽ കുറച്ചൊരു കൺട്രോൾഡ് ആയിട്ടുള്ള വാക്ക്. നിങ്ങളുടെ ബോഡി ലൂസ് ആയിട്ട് വാക്ക് വഴിവിട്ട് പോകുന്നു. അല്ല, നിങ്ങളുടെ വാക്ക് WALK ഈ വാക്ക് വഴിവിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഈ മിമിക്രിക്കാരൊക്കെ ഒരുവിധം കുളമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റേ കൊല്ലം സുധി ഇങ്ങനെയാണല്ലോ അവതരിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ മുകളിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. നിങ്ങളുടെ കണ്ണ് നല്ല കണ്ണാണ്, പക്ഷെ ഇവർ അവതരിപ്പിക്കും ആകെ ചളമായിട്ടുണ്ട്. അല്ല, അത് അവര് നമ്മൾ അനുകരിക്കുന്നതിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ. ഒരു അനുകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും നമ്മളിൽ വേണമല്ലോ. യഥാർത്ഥത്തിൽ അവരാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ സിനിമയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അറിയോ, ഇപ്പോ നമ്മുടെ AK ആന്റണി സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, രാജീവ്. അപ്പൊ രാജീവ് AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ സ്ഥാനമൊക്കെ ഒഴിഞ്ഞു കേരളത്തിലേക്ക് വന്നപ്പോഴേ പുള്ളി നെഞ്ചത്തൊരടിയടിച്ചു. ഇനി അങ്ങനെ അനുകരിക്കാൻ എവിടുന്ന് പറ്റുമെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ സിനിമയിൽ ഒരു 50 കൊല്ലം നിന്നാലേ മിമിക്രി ആർട്ടിസ്റ്റ്. നമ്മുടെ ജീവിതമൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, SKN എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ട് രാവിലെ ഇങ്ങനെ കുറച്ച് ഉറക്കം സംസാരിച്ച് ഓരോ കാര്യങ്ങൾ വർദ്ധിത വീര്യത്തോടെ ആവേശത്തോടെ നമ്മൾ തമ്മിൽ അവതരിപ്പിച്ചിട്ട് അത് ഞാൻ ഇപ്പോൾ മടങ്ങി വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആൾക്കാരിൽ പോകുന്നതിൻ്റെയൊക്കെ ഒരു സംഭവം ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എനിക്കായിരുന്നിരുന്നാലും SKN ആയിരുന്നാലും അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ള 10-100 വിദ്യാർത്ഥികളുടെ മുന്നിലാണ്. അവരിലേക്ക് ശബ്ദം എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതെ the law of diminishing marginal utility states that when we have more and more of a thing we want less additional increments of it എന്ന് പറഞ്ഞു. That is law of diminishing utility. That is law of diminishing marginal utility. The more and more we have of a thing, the less we want the additional increments of it. That is law of diminishing marginal utility. അത്യാവശ്യം ഇംഗ്ലീഷ് കയ്യിലുണ്ടല്ലേ? അത്യാവശ്യമൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ ഒരു MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഇംഗ്ലീഷ് ഇല്ലെങ്കിലും ഒരു കോമേഴ്സുകാരന്റെ ഒരു ഇംഗ്ലീഷ് എനിക്ക് എന്റെ കൈവശമുണ്ട്. അത് മതി. എനിക്ക് തെറ്റ് പറയാൻ പാടില്ല എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. നമ്മുടെ വളരെ വൊക്കാബുലറി ഒക്കെ ഗ്രേറ്റ് ആണെന്നും വളരെ സ്റ്റൈലിഷ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു കാര്യമൊന്നും എനിക്ക് വേണ്ട. നല്ല രീതിയിൽ പറയണം. നല്ല പ്രൊനൗൺസിയേഷൻ കഴിയുന്നതും കറക്റ്റ് ആയിരിക്കണം. അല്ലാതെ പണ്ടത്തെയൊക്കെ പറയുന്ന പോലെ ഗേൾസിന് ഗറൾസ് എന്നും ഗറൾസ് ഓഫ് ദിസ് വേൾഡ് ഹാവ് കറൾഡ് ഹെയർ എന്നൊക്കെ പറയുന്ന ലൈനില് അപ്പോൾ ഗേൾസ് അതേപോലെ ഓരോ അതിൻ്റെ ഒരു ഉച്ചാരണത്തിൻ്റെ ഒരു ശ്രദ്ധ നമ്മൾ കഴിയുന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ മാർവാനിസ് കോളേജിൽ ചെയർമാനായിരിക്കുന്ന സമയത്ത് വിലസുന്ന കാലം അത് എനിക്കൊന്ന് ആ ക്യാമ്പസ് കാലത്ത് നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട കോളേജിലെ ചെയർമാനൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവിടെ വനിതാ ആരാധകരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അവരിൽ പലരുമായിട്ടും എനിക്ക് തന്നെ നല്ല അടുപ്പവും നല്ല പ്രണയലേഖനങ്ങളൊക്കെ വരുമായിരുന്നു. പ്രണയലേഖനമൊന്നും അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ അവരുമായിട്ട് നല്ല അടുപ്പമാണ്. അവരുടെ ഒരു പ്രോത്സാഹനം, അവരുടെയൊക്കെ ഒരു സ്നേഹം എന്നെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. അവർക്ക് എന്നോടുള്ള ഒരു സ്നേഹം, അത് പല രീതിയിലുള്ള സ്നേഹമുണ്ട്. ആ സ്നേഹം എന്നെ മുന്നോട്ട് ജീവിതത്തിൽ നയിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഓർമ്മകളിൽ ഞാൻ ജീവിക്കുന്നു. അതെ. അല്ല, ഈ നമ്മുടെ ഇപ്പം വൈസ് പ്രസിഡന്റ് അമ്മയാകാൻ ഒരു പാട്ടുപാടി അല്ലേ ഒരുവിധം ലെവലാക്കിയ ആൾക്കാര് അവിടെ കോളേജിലെ പിള്ളേരെ പിടിക്കാൻ തരുന്ന പരിപാടി വർഷങ്ങൾക്ക് മുമ്പ് കാണത്തില്ലേ? അതെ, കോളേജിലും ഒരുപാട് ഞാൻ അന്ന് മിമിക്രി, മോണോ ആക്ട്, ഫാൻസി ഡ്രസ്, ടാബ്ലോ, നാടകം, ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ഞാൻ. ബെസ്റ്റ് ആക്ടർ ഗ്രൂപ്പ് ഡാൻസില്, ഗ്രൂപ്പ് സോങ്ങില്. ജീവിതത്തിൽ ആക്ടിങ് എങ്ങനെ? ജീവിതത്തിൽ അത്യാവശ്യം ആക്ടിംഗ് ഉണ്ട്. ആക്ടിംഗ് ഇല്ലാത്ത ഒരാള് നമ്മളെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് ഒരിടത്ത് ഒരു വിവാഹ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ നിൽക്കും. ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ രീതിയിൽ നമ്മുടെ ഒരു സൈലൻസും നമ്മുടെ ആ ദുഃഖത്തിന്റെ അന്തരീക്ഷം നമ്മൾ അത്. എന്റെ സംശയം അറിയോ, ഇപ്പൊ ഒരു മരണ വീട്ടിലേക്ക് ഒരു ആർട്ടിസ്റ്റുകളെ പോലെ ഒരു പ്രഗത്ഭനായ ഒരു ആർട്ടിസ്റ്റ് കയറി ചെന്ന് അവിടെ നിൽക്കുമ്പോഴേ ഈ ആക്ടിങ് കൂടി പോവോ? ആക്ടിങ് കൂടില്ല. ഓവറായിട്ട് നമ്മൾ അതിനനുസരിച്ച് ഒരു സഭ അറിഞ്ഞ് പേസ് എന്നാണ് വള്ളൂർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ സഭ അറിഞ്ഞ് നമ്മൾ പെരുമാറണം. കല്യാണ വീട്ടിൽ പെരുമാറുന്ന പോലെ അല്ല നമ്മളൊരു മരണ വീട്ടിൽ പെരുമാറേണ്ടത്. അതാണ് പറഞ്ഞത്. ഓരോ സ്ഥലത്തും പെരുമാറും. പിന്നെ നമ്മളെക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള വളരെയധികം
വിജ്ഞാനമുള്ള അറിവുള്ള വിവരമുള്ള ആൾക്കാർ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ കൂടുതൽ വാചാലനാകാൻ ശ്രമിക്കാൻ പാടില്ല. അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. കാരണം നമ്മുടെയൊക്കെ എത്രയോ മുകളിൽ അറിവിൻ്റെ കാര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ അവരുടെ മുന്നിൽ നമ്മുടെ അധികം വിജ്ഞാനം വിളമ്പാൻ നിൽക്കരുത്. അവർ പറയുന്നത് കേട്ട് അത് വേറെ വേദിയിൽ വിളമ്പാൻ നമ്മൾ ശീലിക്കും.